നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. മണ്ണുത്തി ഫാം ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങിയ ചിക്കൻ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് ഇത്. 1 കിലോ കട്ട് ചെയ്ത ചിക്കനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കഴുകി വെച്ച ചിക്കനിലേക്ക് 8 അല്ലി വെളുത്തുള്ളിയും 1 കഷണം ഇഞ്ചിയും ചതച്ച് ചേർത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 2 വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. ചേർത്ത ഉപ്പ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 4 സവാള ചെറുതായി അരിഞ്ഞു വച്ചിട്ടുണ്ട്. അരിഞ്ഞു വച്ച സവാളയിൽ പകുതി സവാള ഇതോടൊപ്പം ചേർക്കാം. ഇനി സവാള കൂടി ഇതോടൊപ്പം യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുവാനായി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം കുക്കറിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ബാക്കിയുള്ള സവാള ഇട്ട് നന്നായി വഴറ്റുക. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഉപ്പ് ചേർത്ത് സവാള വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് 4 ഗ്രാമ്പു ചേർക്കുക. ഒരു തക്കോലം ചേർക്കാം. ഇനി 2 സ്പൂൺ പെരുംജീരകം ഇതോടൊപ്പം ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. സവാള മുരിഞ്ഞു തുടങ്ങുമ്പോൾ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് നന്നായി ഇളക്കി മുരിച്ചെടുക്കുക.
ഇപ്പോൾ ഈ കൂട്ട് നന്നായി മൊരിഞ്ഞ് വെളിച്ചെണ്ണ കിനിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ മസാലയിലേക്ക് കൂട്ടി വച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചിക്കൻ വച്ചാൽ രുചികരമായ ചാറുകൂടി ഉള്ളതിനാൽ ചപ്പാത്തി, പുട്ട്, അപ്പം എന്നിങ്ങനെ മറ്റ് എന്തിനൊപ്പവും നല്ല കോമ്പിനേഷൻ ആണ്. ഇപ്പോൾ ചിക്കൻ മസാലയോടൊപ്പം നന്നായി ഇളക്കി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കുക്കർ വെയിറ്റ് വയ്ക്കാതെ അടച്ചു വച്ച് വേവിക്കുക. ആവി ശക്തിയിൽ വന്ന് 5 മിനിറ്റിന് ശേഷം കുക്കർ പതുക്കെ തുറന്നെടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. വെള്ളം കുറച്ചുകൂടി വറ്റിച്ചെടുക്കാം. തീ നന്നായി കുറച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് കൂടി വേവിക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേപ്പില കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഉണ്ടാകുന്ന വേപ്പില തന്നെയാണ് ഉപയോഗിക്കുന്നത്. വിഷമില്ലാത്ത ഇത്തരം വേപ്പില ഉപയോഗിച്ചാൽ കറിക്കൊപ്പമുള്ള വേപ്പിലകൾ നമുക്ക് ചവച്ച് കഴിക്കാവുന്നതാണ്. ഇത് വളരെ ആരോഗ്യപ്രദമാണ്. ഇപ്പോൾ രുചികരമായ ഗ്രേവിയുള്ള ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ചു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ്